2-3 ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇങ്ങനെ കൊടുമ്പരി കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഏത് വാർത്ത ചെയ്താലും ആളുകൾ ശ്രദ്ധിക്കത്തില്ല. എല്ലാ വിധത്തിന്റെ വാർത്തകളുടെ പിന്നാമ്പുറം തേടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിലും ഇറാനിലും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ അടിച്ചിട്ടുണ്ട്, ഇസ്രായേൽ ഇറാനെയും അടിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയുടെ മകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല, തുടങ്ങി വെച്ചത് നിങ്ങളാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്ന ഞങ്ങളായിരിക്കുമോ എന്നുള്ള ആ ഒരു വെല്ലുവിളിയും ഇറാൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോരുത്. ഈ പാസ്റ്ററിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി ചങ്കൂറ്റത്തോടുകൂടി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ സംഘികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ഏതൊരു സംഘിയുടെയും ഞരമ്പ് മലിഞ്ഞു മുറുകി പൊട്ടുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളാണ് നമ്മുടെ ഈ പാസ്റ്റർ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാസ കൂസന്മാരും ഈ വീഡിയോ കാണാതെ പോകരുത്. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്റെ പ്രിയപ്പെട്ട സംഘി കാസ കൂട്ടന്മാരെ, അച്ഛൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ റമദാൻ മാസത്തിൽ തന്നെ നോമ്പ് നോറ്റിട്ടുള്ള ഒരു സ്ത്രീയെ ആൾക്കൂട്ടം മർദ്ദനത്തിലൂടെ തല്ലിക്കൊന്ന വാർത്തകൾ നമ്മൾ കേട്ടു. വിശേഷം പറയുന്ന പാസ്റ്റർമാരെയും സിസ്റ്റർമാരെയും വടക്കേ ഇന്ത്യയിൽ ദ്രോഹിക്കുന്നതും അവർക്കെതിരെ കള്ളക്കേസുകൾ ഉൾപ്പെടുത്തി അകത്തിടുന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ഈ കാസ വിഭാഗത്തിന്റെ താല്പര്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും അവര് ഈ സമുദായത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് തോന്നിയാസവും എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രമാണ് മാസ്റ്ററിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ആത്മാഭിമാനമുള്ള ആൺകുട്ടികളാണ് നീ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ അച്ഛന്റെ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് അച്ഛൻ ചോദിക്കുന്ന ഒരു മറുപടി കൊടുക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നാണ് എന്റെ ഒരു ചോദ്യം. നമുക്ക് അച്ഛന്റെ വീഡിയോ കണ്ടുനോക്കാം. ഞാൻ ഈ പറയുന്ന വാക്കിനോട് പ്രതികരിക്കാൻ തന്റെ ഇടമുള്ള സംഖ്യയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ കൃത്യമായി വെല്ലുവിളിക്കുന്നു. ഈ പറയുന്ന വാക്ക് കേട്ടിട്ട് ഇതിന് മറുപടി അപ്പനും അമ്മയ്ക്കും പറയുന്നതല്ല, നിങ്ങൾ കൃത്യം. ഞാൻ ഈ സംഖ്യ അപ്പനും അമ്മയ്ക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഗൗരവത്തിലെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അളിയൻ ഉപദേശം എന്നതിന്റെ അർത്ഥം. അളിയനെ ഉപദേശിക്കുക. ഇതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ജീവിച്ചെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ചിരി വരുന്നത്. കാരണം ഈ സാധനം കൊണ്ടാണ് മഹാത്മാഗാന്ധി നമ്മുടെ ഈ അഹിംസയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞല്ല അഹിംസ. പക്ഷെ നിങ്ങൾ ഈ ഭഗവത്ഗീത മൊത്തം അരിച്ചു കലക്കി നോക്കിയാൽ അഹിംസയുടെ ഒരു ചെറിയ മണം പോലും കിട്ടുകയില്ല. മനസ്സിലായില്ലേ? ഇതൊന്നും പറഞ്ഞ സുഹൃത്ത്, ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന കാര്യമില്ലേ? അഹിംസ അവിടെ എവിടെ എഴുതി വെച്ചിട്ട് ഭഗവത്ഗീതയിൽ എവിടെ അഹിംസ? ഗുരുവിനെയും കയറി തട്ടിക്കൊള്ളാനാണ് പറയുന്നത്. തട്ടിക്കൊള്ളണം ഗുരുവിനെ. അതിന് നുണ പറയാൻ ധർമ്മപുത്രരെ പ്രേരിപ്പിക്കുക. ധർമ്മം മാത്രം ചെയ്തു വന്ന ധർമ്മപുത്ര, സൺ ഓഫ് എത്തിക്സ് എന്നാണ് അയാളുടെ പേര്. ധർമ്മ, അയാളെ കൊണ്ടുപോലും നുണ പറയിപ്പിക്കുക. അശ്വത്ഥാത്മാ മരിച്ചു എന്ന് പറഞ്ഞ് ആനെ അടിച്ചു വന്ന കഥകളൊക്കെ കിടക്കുക. അധർമ്മമാണ്. അതുകൊണ്ട് എന്നിട്ട് പറയുന്നത് ധർമ്മം ക്ഷയിച്ച് അധർമ്മം വരുമ്പോഴൊക്കെ ആശാൻ അവതരിക്കുന്നത്. എന്ത് ധർമ്മം? എവിടെ അധർമ്മം? അധർമ്മവും ധർമ്മവും കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയില്ല. അടുത്തത് ഈ രാമനും കൃഷ്ണനൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ പ്രധാന പുള്ളികളുണ്ടല്ലോ, അതായത് ബ്രഹ്മാവോ വിഷ്ണുവോ മഹേശ്വരനോ, ഇവരൊക്കെ ഞങ്ങൾ എന്തിനാ പൂജിക്കണ്ടേ? അത് ഈ RS-കാരനൊന്ന് പറഞ്ഞതാ, തെറി പറയാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അത്യാവശ്യം പ്രാഥമിക വിദ്യാഭ്യാസങ്ങളുണ്ടല്ലോ, അതിന്റെ വെളിവ് വെച്ച് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തുക. എല്ലാവരും സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണിത്. ഇതൊന്ന് പറഞ്ഞു തരാം. ഞങ്ങളുടെ ചോദ്യങ്ങളെ നേരിട്ട് വേണം പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഇത് വാക്കാണ്, മനസ്സിലായില്ലേ? എൻ്റെ സംശയങ്ങളെ ദൂരീകരിച്ച് നിങ്ങൾ ഇത് ബോധ്യപ്പെടുത്തി തരുമെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞാനിതാ പ്രതിജ്ഞാബദ്ധനാണെന്ന് ഉറപ്പ് തരും. ഇതന്നെ ഞാൻ ജിഹാദികളോടും പണ്ട് പറഞ്ഞാണ്. മനസ്സിലായി? ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ മതി. എന്തുകൊണ്ട് ഈ ത്രൈവർണികരൊഴികെ, അതായത് ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ത്രൈവർണികരൊഴികെയുള്ള മനുഷ്യര് എന്തുകൊണ്ട് രാമനെ പൂജിക്കണം? നായരടക്കമുള്ളവർക്ക് എന്തുകൊണ്ട് പൂജിക്കണം? എന്ത് ഗുണമാണ് നിങ്ങൾ ആ മനുഷ്യർക്ക് ചെയ്തത്, ആ സമൂഹത്തിന് ചെയ്തത്? അപ്പോൾ സരസ്വതി എന്നൊരു ദേവതയുണ്ട്. ഈ സരസ്വതി എന്തിനാണ് ത്രൈവർണികരൊഴികെയുള്ളവർ പൂജിക്കുന്നത്? കാരണം സരസ്വതി ഇവർ ആർക്കാ വിദ്യാഭ്യാസം കൊടുത്തേ? എത്ര ദളിതന് സരസ്വതി വിദ്യാഭ്യാസം കൊടുത്തു പറ? അതിന് അയ്യങ്കാളി വരേണ്ടി വന്നില്ലേ വിദ്യാഭ്യാസം കൊടുക്കാൻ? സരസ്വതിയുടെ കാരുണ്യം കൊണ്ടാണോ ദളിതൻ സ്കൂളിൽ പോയി പഠിച്ചത്? അതിന് അയ്യങ്കാളി വരേണ്ടി വന്നു, പഞ്ചമിയെ ചേർത്ത് പഠിക്കേണ്ടി വന്നു. ഇന്ന് ഊരുട്ടമ്പല സ്കൂളിൽ പഞ്ചമി ഇരുന്ന ബെഞ്ച് കത്തിച്ചതിന്റെ പാതി കിടപ്പുണ്ട്. അന്ന് പുല്ലാടുള്ള ഒരു നായർ നട്ടലൊടിഞ്ഞ് താഴെ വീണു. കാരണം അറ്റാക്ക് വന്നു, പുള്ളിക്ക് സ്ട്രോക്ക് വന്നു. കാരണം ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് വന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ കിടക്കുന്ന ആ ജാതീയമായ ചിന്തയുടെ ആഴം നിങ്ങൾ ഓർക്കണം. ഇനി ഒന്നുകൂടി, അന്ന് ക്ലാസ്സിൽ നിന്ന് കുട്ടികളെല്ലാം ഇറങ്ങി ഓടി. ഞാൻ കഴിഞ്ഞ ദിവസത്തോട്ട് പ്രസംഗിക്കുമ്പോൾ ആ കുട്ടികളെ ഒന്നും കുറ്റം പറയരുത്. കാരണം ഇവരെല്ലാം മനസ്സിൽ കിടക്കുന്ന ആ ജാതിബോധത്തിന്റെ, വർഗ്ഗബോധത്തിന്റെ അടിസ്ഥാന കാരണം ഈ വേദങ്ങളാണ്. അതുകൊണ്ട് എന്റെ കലഹം സത്യം പറഞ്ഞാൽ RS-നോട് പോലും അല്ല. എന്റെ കലഹം ഈ ദൈവങ്ങളോടാണ്, ആ ഗ്രന്ഥങ്ങളോടാണ്, അതിലിരിക്കുന്ന അബദ്ധങ്ങളോടാണ്. അതിലിനി എത്രയും മഹത്തായ തത്വചിന്ത, ഭയങ്കര ഭാരതീയ ചിന്ത, നമ്മുടെ K. ദാമോദരനും സർവേപ്പള്ളി രാധാകൃഷ്ണനും സുകുമാർ അഴിക്കോടും ഒക്കെ പറഞ്ഞത് ഇന്ത്യൻ തത്വചിന്ത, അതിന്റെ പക്ഷെ ഇത് എന്നാ ഗംഭീരമാണെങ്കിലും അതിൽ മനുഷ്യത്വമുണ്ടോ സാർ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ മാനവികതയുടെ ഒരു തുള്ളി, ഒരു അംശം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ മാറി ഇരുന്ന് ചീത്ത പറയാം, അല്ലാതെ ഒന്നും ചെയ്യാനുള്ള ത്രാണി നിങ്ങൾക്കില്ല. അതാണ് ശരി.
ഒരു ചുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ആയുധം കൊണ്ടും പറ്റില്ല. അതൊക്കെ പഴയ തോന്നലാ സുഹൃത്തെ. വല്ല വടക്കേന്ത്യയിൽ പോയി പാവങ്ങളെയൊക്കെ വെട്ടുന്ന പോലാണോ കേരളത്തിൽ നടത്തണേ? ഞാൻ ഒരുത്തൻ എന്നോട് ഞാൻ താമസിക്കുന്ന സ്ഥലം ചോദിച്ചു. ഞാൻ ലൊക്കേഷൻ മാപ്പിട്ട് ഒരാളറിയാ വേറെ മനുഷ്യനെ പോയി വെട്ടരുത്. എൻ്റെ കൂട്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്, ഒരു പാസ്. അങ്ങനെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പോയിട്ട് അവരെ വെട്ടരുത്. ആളിനെ മാറി വെട്ടണ്ട. വെട്ടുവാണെങ്കിൽ നമ്മളെ തന്നെ വെട്ടും. ഇങ്ങോട്ട് പോര്, ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞുതരാം. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ BJP ചില മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നു. ഈ ഘട്ടത്തിൽ അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നടത്തി വന്നതുപോലെ അവർ ജാതീയമായ ഹിന്ദുക്കളുടെ ഏകീകരണം വഴി മാത്രമായി ഒരു സീറ്റ് കേരളത്തിൽ നേടാനാവില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് മതന്യൂനപക്ഷങ്ങളിൽ പണ്ടേ BJPയോട് അകന്നു കഴിയുന്ന മുസ്ലിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗുണം ലഭിക്കില്ല എന്നും തിരിച്ചറിയുന്നു. ഈ വിടവ് ഒന്ന് നികത്താൻ അവരിപ്പോൾ ക്രൈസ്തവ വോട്ടുകളെ സമാഹരിക്കാൻ ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് അവർക്ക് പ്രചോദനമായി ഭവിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമാണ്. തദനന്തരം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ, ഉപതിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ ക്രൈസ്തവരിൽ നിന്ന് ഉദ്ദേശിച്ച തരത്തിലെ പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ അതിൻ്റെ നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. ക്രൈസ്തവരായ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒപ്പം മതേതര മനസ്സുള്ള ആളുകളും ഇവിടെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലതരം പരിശ്രമങ്ങളുടെ പിന്നാമ്പുറ ലക്ഷ്യങ്ങൾ കാണാതിരിക്കരുത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതിനാണ് ഞാൻ ഈ വീഡിയോ നിർവഹിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ജോസ് തോമസ് എന്ന പേരുള്ള മലയാളിയായ ഒരു സുവിശേഷകൻ ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിന് ആധാരമായി പറയുന്ന സംഭവം അദ്ദേഹം മതപരിവർത്തനം നടത്തി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്ത് ബൈബിളുകൾ, മറ്റ് പ്രസംഗക്കുറിപ്പുകൾ, പുസ്തകങ്ങൾ ഒക്കെ കൊണ്ടുപോയിട്ടുമുണ്ട്. മാരകായുധങ്ങൾ ശേഖരിക്കുന്ന അതേ താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ മതപരിവർത്തന ശ്രമം നടത്തി എന്ന കുറ്റം ചുമത്തി ജോസ് തോമസിനെ അകത്തിടുമ്പോൾ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ സംഘപരിവാർ പരിശ്രമങ്ങളുടെയും അവരുടെ വ്യാജ പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1500-ലധികം സുവിശേഷകര് ഈ രൂപത്തിൽ ജയിലടയ്ക്കപ്പെടുകയും നിരവധി ക്രിസ്തീയ സ്ഥാപനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല പരിസ്ഥിതിയുണ്ട് എന്നതും നമ്മൾ കാണാതിരിക്കരുത്. വേട്ടവളിയൻ സംഖ്യമാരെ, കാസ കൊണാൻഡ്രന്മാരെ, ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ളതിന് മറുപടി കൊടുക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ ഇതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുക. എനിക്ക് ഈ അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഒന്നും യോജിപ്പൊന്നുമില്ല കേട്ടോ. കാരണം ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് ഇവിടെ ഇസ്ലാം മത വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. കാരണം അവനവന്റെ വിശ്വാസം അവനവന് വല്ലത്. മറ്റു വിശ്വാസങ്ങളെ കുറിച്ച് തള്ളി പറയാതിരിക്കലാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്നും കൂടെ ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീതയിൽ പറയുന്നതും അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നതും തെറ്റാണ്, എന്റേത് മാത്രമാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും പറയില്ല. ഒരു മതത്തിന്റെ വിശ്വാസങ്ങളിൽ കടത്താനോ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങൾ വ്രണപ്പെടുത്താനോ ഞാൻ ഇന്നേവരെ ഒരുങ്ങിയിട്ടില്ല. ഇന്നേവരെ അത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞ ഫാസ്റ്റർ സംഖ്യകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആളായിരുന്നെങ്കിൽ ഈ സംഘപരിവാർ മറ്റേ 8 അടിയുടെ നെഞ്ചും വിരിച്ചുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വന്നങ്ങോട്ട് മെഴുകി മറിഞ്ഞേനായിരുന്നു. എന്തുകൊണ്ടാണ് ഈ അച്ഛൻ പറഞ്ഞിട്ട് ഇതിനെതിരെ ഒരാൾ പോലും രംഗത്ത് വരാത്തെന്ന് വെച്ചാൽ, നീയൊക്കെ ഷണ്ടന്മാരാണ്, നീയൊക്കെ ശിഖണ്ഡികളാണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശയങ്ങൾ കൊണ്ട് മറുപടി പറയാൻ പറ്റുന്ന മൂളയുള്ള ഒരുത്തനും നിന്റെ വർഗത്തിൽ ഇല്ല എന്നുള്ളതും ഈ പറയുന്ന ഫാസ്റ്റ് എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിന്നെപ്പോലുള്ള മരവാണങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക, ചിന്തിക്കുക.